നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. കള്ളക്കളിക്ക് കുടുംബവും. ചെമ്പനോടയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ ജോയിയുടെ സഹോദരൻ ജിമ്മിയെ ചോദ്യം ചെയ്ത പോലീസ്. നടപടി സഹോദരനെക്കുറിച്ച് ജോയിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ. തന്റെ കൈവശ ഭൂമിക്ക് നികുതി സ്വീകരിക്കാതിരുന്നതിന് പിന്നിൽ ജിമ്മിയും വില്ലേജ് ഉദ്യോഗസ്ഥരുമായുള്ള കള്ളക്കളിയെന്ന് കുറിപ്പിൽ ആരോപണം. അതേസമയം ജോയിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങൾ നിഷേധിച്ച സഹോദരൻ. തനിക്ക് ക്വാറി തുടങ്ങാൻ ഉദ്ദേശമില്ലായിരുന്നെന്നും റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധമില്ലെന്നും പോലീസിനോട് ജിമ്മി. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുമെന്നും പോലീസ്. അതിനിടെ ജോയിയുടെ കൈവശ ഭൂമിക്ക് വർഷങ്ങളായി മറ്റൊരാൾ നികുതി അടച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തൽ. ഇയാൾ ആരെന്ന് വില്ലേജ് ഓഫീസിൽ പലതവണ ചോദിച്ചിട്ടും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയില്ലെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ ആക്ഷേപം. സിലീഷ് വില്ലേജ് അസിസ്റ്റന്റായി ചെമ്പനോടയിൽ തുടരുവോളം തനിക്ക് നികുതി അടയ്ക്കാൻ കഴിയില്ലെന്നും കുറിപ്പിൽ പരാമർശം. വലയിലായ വിഷ്ണു. നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ ഭീഷണിപ്പെടുത്തിയ വിഷ്ണു പോലീസ് കസ്റ്റഡിയിൽ. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളുടെ അറസ്റ്റ് ഇന്നു തന്നെ രേഖപ്പെടുത്തും. അതിനിടെ മുഖ്യപ്രതി പൾസർ സുനിക്കൊപ്പം ജയിലിലുണ്ടായിരുന്ന വിഷ്ണു ദിലീപിനോട് 1.5 കോടി രൂപ ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണവും പുറത്ത്. കേസിൽ പേര് പറയാതിരിക്കണമെങ്കിൽ ആവശ്യപ്പെടുന്ന തുക കൈമാറണമെന്ന് ദിലീപിന്റെ മാനേജറോടുള്ള ഫോൺ സംഭാഷണത്തിനിടെ വിഷ്ണു. ജയിലിൽ നിന്ന് എന്നു പറഞ്ഞ് വിളിച്ച കോളിൽ കത്ത് വായിക്കണമെന്ന ആവശ്യം. പൾസർ സുനിയുടേതെന്ന മട്ടിൽ ദിലീപിനെ കത്ത് കൈമാറിയത് വിഷ്ണുവെന്നും പോലീസ്. ഭീഷണി കത്തും ടെലിഫോൺ കോളിന്റെ ഓഡിയോ ടേപ്പും ഉൾപ്പെടുത്തി ദിലീപ് പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് 2 മാസം മുമ്പ്. ബ്ലാക്ക് മെയിലിംഗ് പരാതിയിലും സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിലും അന്വേഷണം തുടരുന്നതായി പോലീസ്. കേസ് വഴിതിരിയുന്നതിനിടെ നടിയുടെ മൊഴി അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ഒരുക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങി വൈറ്റ് ഹൗസ്. ഇന്നലെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 1ാം ദിവസം പോർച്ചുഗലിലെത്തിയ മോദി പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് അമേരിക്കയിലെത്തുന്ന മോദിയും പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നാളെ. ട്രംപുമായുള്ള മോദിയുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ അമേരിക്കയ്ക്ക് വലിയ പ്രതീക്ഷകളുണ്ടെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിനായി സുപ്രധാന വിഷയങ്ങളിൽ 2 നേതാക്കളും പൊതുകാഴ്ചപ്പാട് രൂപീകരിക്കുമെന്നും പ്രതീക്ഷ. അമ്മമാരും അറിയാനുണ്ട്. ലഹരിക്കെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തി കേരള കൗമുദിയും ജനമൈത്രി പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധ പൗർണമി. പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയ അമ്മ അറിയാൻ സെമിനാർ തലസ്ഥാനത്ത് കവയത്രി സുഗതകുമാരി ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലം നേരിടുന്നത് സാമൂഹ്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കുറവ് മൂലമുള്ള പ്രശ്നങ്ങളെന്ന് സുഗതകുമാരി. തോന്നിയതുപോലെ ജീവിക്കുന്നതാണ് സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് കരുതുന്ന പെൺതലമുറ വളർന്നു വരികയാണെന്ന് അമ്മ അറിയാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്ത സുഗതകുമാരി. സ്മാർട്ട് ഫോണിലൂടെ വീട്ടിലേക്ക് ആർക്കും കടന്നു വരാവുന്ന അവസ്ഥ അപകടകരമാണെന്ന് മുഖ്യപ്രഭാഷണത്തിൽ ADGP B സന്ധ്യ പറഞ്ഞു. മേയർ VK പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ B സന്ധ്യയ്ക്ക് കേരള കൗമുദിയുടെ ഉപഹാരം സുഗതകുമാരി സമ്മാനിച്ചു. മേയർക്ക് കേരള കൗമുദി ചീഫ് എഡിറ്റർ MS രവി ഉപഹാരം നൽകി. G അനിൽകുമാർ, TP സംഗീത്, ഉപേന്ദ്രൻ കോൺട്രാക്ടർ എന്നിവർ പ്രസംഗിച്ചു. സുഗതകുമാരിയുടെ കവിതകൾ കോർത്തിണക്കി PC ഹരീഷ് ഒരുക്കിയ ദൃശ്യാവിഷ്കാരവും അരങ്ങേറി. K അജിത് കുമാർ സ്വാഗതവും S വിക്രമൻ നന്ദിയും പറഞ്ഞു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.